ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. വേഗം വെയിറ്റ് കുറച്ച് ഒട്ടുമിക്കവരോട് ചോദിച്ചാലും അറിയാം അവരുടെ ഡയറ്റിൽ ഓട്സ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഓട്സ് ഇങ്ങനെ വേഗം വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നത്? അതുപോലെ ഏത് ഓട്സാണ് വെയിറ്റ് കുറയ്ക്കാൻ ഏറ്റവും നല്ലത്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓട്സ് ശരിക്കും 3 ടൈപ്പിലാണുള്ളത്. ഇതിൽ ആദ്യത്തേത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. ഇതിൽ ഈ ഓട്സിൻ്റെ ഗ്രെയിൻ കുഞ്ഞു കുഞ്ഞു ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പാക്ക് ചെയ്ത് നമുക്ക് എത്തിക്കുകയാണ് ചെയ്യാറ്. ഇതാണ് ലീസ്റ്റ് പ്രോസസ്ഡ് ഫോം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് വേഗിച്ചെടുക്കാനായിട്ട് ഒരു 20 മുതൽ 30 മിനിറ്റെങ്കിലും ആകും. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റോൾഡ് ഓട്സ് ആണ്. ഈ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ള സ്റ്റീൽ കട്ട് ഓട്സിനെ ക്ലീൻ ചെയ്ത് റോസ്റ്റ് ചെയ്ത് സ്റ്റീം ചെയ്ത് പ്രസ് ചെയ്ത് നമുക്ക് തരുന്നതാണ് റോൾഡ് ഓട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പ്രീ കുക്ക്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. ഇവിടെ ഓട്സിനെ ഒരുപാട് സമയം സ്റ്റീം ചെയ്ത് മുന്നേ പറഞ്ഞ ആ റോളറിൽ കൂടെ തന്നെ ഒത്തിരി പ്രസ് ചെയ്ത് നമുക്ക് എത്തിക്കുന്നതാണ് ഈ പ്രീ കുക്ക്ഡ് ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുന്നത്. ഇതാണ് മോസ്റ്റ് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫോം. ഇതിലും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ഓട്സ് ഏതാന്ന് വെച്ചാൽ മസാല ഓട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പാക്കറ്റിൽ കിട്ടും. മസാലയൊക്കെ അതിനുള്ളിൽ വരും. നമുക്കൊന്ന് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അതിനുള്ളിൽ ടേസ്റ്റ് എൻഹാൻസേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും, ചെറിയ തോതിലൊക്കെ ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഒരിക്കലും ആ സാധനം കഴിച്ചിട്ട് നമുക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ ബെസ്റ്റ് എന്ന് പറയുന്ന എൻ്റെ ഒപ്പീനിയനിൽ സെക്കൻഡ് ടൈപ്പാണ്, അതായത് റോൾഡ് ഓട്സ് ആണ് ബെസ്റ്റ്. ഞാനും കുറേ ദിവസം ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. അതിന് ഒട്ടും തന്നെ റിസൾട്ട് കിട്ടത്തില്ലേ എന്ന് ചോദിച്ചാൽ ബെറ്റർ ദാൻ മസാല ഓട്സ്. പക്ഷേ റോൾഡ് ഓട്സിൻ്റെ ടേസ്റ്റും അതിനില്ല, ആ ഗുണവും അതിനില്ല എന്ന് എനിക്ക് റോൾഡ് ഓട്സ് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഓട്സ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഓട്സ് എന്ന് പറയുന്നത് നമ്മുടെ അരിയും ഗോതമ്പും ഒക്കെ പോലെ തന്നെ ഒരു ധാന്യമാണ്. പക്ഷേ അരിയിലും ഗോതമ്പിലും ഒക്കെ ഉള്ളതിനേക്കാളും ഒരുപാട് കൂടുതലായിട്ട് ഓട്സിൽ ബീറ്റ ഗ്ലൂക്കൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ബീറ്റ ഗ്ലൂക്കണിൻ്റെ സഹായത്തോടെ ഓട്സ് വയറിനുള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒത്തിരി വെള്ളം വലിച്ചെടുക്കും. ഇത് കാരണം വളരെ കുറച്ച് കഴിച്ചാൽ പോലും നമുക്ക് പെട്ടെന്ന് അങ്ങ് വയറ് ഫുള്ളായതുപോലെ തോന്നും. കഴിച്ചിട്ടുള്ളവർക്കറിയാം വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഓട്സ് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഈ ചോറൊക്കെ കഴിക്കുന്ന ആ സെയിം അളവിന് നമുക്ക് ഓട്സ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് കാരണമുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ കാലറി കുറവായിരിക്കും. കാര്യം നമ്മൾ വളരെ കുറച്ചല്ലേ കഴിക്കുന്നുള്ളൂ. ഓട്സിന് ഈ ഒരു ബെനിഫിറ്റ് മാത്രമല്ല, ഓട്സ് ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണെന്നും കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നും ഒരുപാട് സ്റ്റഡീസിൽ പറയുന്നുണ്ട്. അതിലൊരു സ്റ്റഡി ആർട്ടിക്കിൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, താല്പര്യമുള്ളവർക്ക് നോക്കാം. പിന്നെ ഒരു കാര്യം, ഈ ചാനൽ ഇന്നുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മറ്റൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഓട്സിൽ ഒത്തിരി ന്യൂട്രിയൻസ് ഉണ്ട്. ഫൈബർ, പ്രോട്ടീൻ, അയൺ, മെഗ്നീഷ്യം, സിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. പക്ഷെ ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. നമ്മളുടെ അരിയുടെയും ഗോതമ്പിൻ്റെയും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഓട്സിൻ്റെ കാലറി കുറച്ച് കൂടുതലാണ്. അതായത് 100 ഗ്രാം അരിയിലുള്ള കാലറിയും 100 ഗ്രാം ഓട്സിലുള്ള കാലറിയും നോക്കുകയാണെങ്കിൽ ഓട്സിൻ്റെ കാലറി കൂടുതലാണ്. അതുകൊണ്ടാണ് പലരും ചോദിക്കുന്നത്, ഇതിനേക്കാളും നമുക്ക് ചോറ് കഴിച്ചാൽ പോരെ, ചോറിലെ കാലറി കുറവല്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ 100 ഗ്രാം അരി ചോറാക്കിയിട്ട് കഴിക്കുകയാണ് എങ്കിൽ അത്രയും തന്നെ നമുക്ക് ഓട്സ് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൽ കാലറിയുടെ അളവ് കൂടുതലാണെങ്കിലും നമ്മൾ ഓട്സ് കഴിക്കുമ്പോഴത്തേക്ക് വെയിറ്റ് കുറയാനായിട്ട് അത് സഹായിക്കുന്നത്. ഇനി ഓട്സ് എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞ് പലർക്കും സംശയമുണ്ട്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഡിന്നറായിട്ടും കഴിക്കാം. ഒത്തിരി പേര് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഓട്സ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഡിന്നറായിട്ടാണ് പ്രിഫർ ചെയ്യുന്നത്. അതിന് പിന്നിലെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഓട്സിൽ വിറ്റമിൻ B6 അല്ലെങ്കിൽ ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഈ അമിനോ ആസിഡ് നമ്മളുടെ ബോഡിയിലെ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നല്ല ഉറക്കം കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഹോർമോണാണ് മെലാറ്റോണിൻ. അപ്പോൾ എന്താ സംഭവിക്കുക, ഓട്സ് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കൊന്ന് ഉറക്കം വരുന്നത് പോലെ തോന്നും. അതുകൊണ്ട് നിങ്ങളത് രാത്രി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും. രാവിലെ ആണെങ്കിൽ ചിലരിൽ അത് ഭയങ്കര ഒരു ഉറക്കക്ഷീണം പോലെയൊക്കെ തോന്നിക്കാം. അപ്പോൾ എനിക്ക് ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ അധികം ഓട്സ് കഴിക്കാറില്ല. മുന്നേ പണ്ടൊക്കെ കഴിക്കുമായിരുന്നു, പക്ഷേ അന്ന് ഇതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ അധികം അങ്ങനെ രാവിലെ കഴിക്കാറില്ല. ഇനി ഓട്സിനുള്ള മറ്റൊരു ഗുണമെന്ന് പറയുന്നത് ഗ്ലൂട്ടൻ അലർജി ആയിട്ടുള്ള ആൾക്കാർക്കും ഓട്സ് കഴിക്കാനായിട്ട് പറ്റും. കാര്യം ഓട്സ് എന്ന ഗ്രെയിനിൽ ഗ്ലൂട്ടൻ എന്ന് പറയുന്ന സംഭവം ഇല്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഓട്സ് വെച്ചിട്ട് കുക്കീസ് ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം, ഇഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അതും ഓട്സിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ആണ്. സോ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.